ഗിംബൽ യൂസ് ചെയ്ത് വെർട്ടിക്കലി ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ് നമുക്ക് ഡിസ്പ്ലേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാൻ പറ്റാന്നുള്ളത്. പുള്ളിയെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അല്ലത്, തന്നെ ബാലൻസ്ഡ് ആയിക്കോളും. നമുക്ക് ഒരു നെഗറ്റീവ് വീഡിയോ ആയിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. സ്ക്രീനൊക്കെ വെച്ച് ലോ ആംഗിളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ആട്ടം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗിംബലൊക്കെ യൂസ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന വീഡിയോഗ്രാഫേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. കഴിഞ്ഞ ദിവസം എനിക്കാണെങ്കിൽ 2 ഫ്രണ്ട്സ് ഇതുപോലെ ഒരു വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റീലിനകത്തുള്ളത് അത് ആദ്യം നമുക്കൊന്ന് കാണാം, എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഗിംബൽ യൂസ് ചെയ്ത് വെർട്ടിക്കലി ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ് നമുക്ക് ഡിസ്പ്ലേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാൻ പറ്റില്ല എന്നുള്ളത്. ലോ ആംഗിളൊക്കെ എടുക്കുമ്പോഴത്തേനും നമുക്കിത് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനൊരു ചെറിയൊരു ഹാക്ക് ചെയ്താൽ മതി. ഗിംബൽ നേരെ ലോക്ക് ആക്കുക, എന്നിട്ട് ഈ ഒരു ആക്സിസ് അൺലോക്ക് ചെയ്യുക, നേരെ തലയും കുത്തി വെക്കുക, ഇവിടുത്തെ ആക്സിസൂടെ അൺലോക്ക് ചെയ്യുക, ഇങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്തേക്കുക. ഇപ്പം ഈ ഒരു പൊസിഷനിലായിരിക്കും ക്യാമറ ഇരിക്കുന്നത്. എന്നിട്ട് ഈ സാധനം ഇവിടെ ഞെക്കി തന്നെ അൺലോക്ക് ചെയ്താൽ മതി. ഇപ്പം ഗിംബൽ തന്നെ ബാലൻസ്ഡ് ആയിക്കോളും. നമുക്ക് ഈ ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ സ്ക്രീനൊക്കെ വെച്ച് ലോ ആംഗിളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇതിങ്ങനെ വെക്കും സംഭവം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുന്നത്, പുള്ളിയെ കുറ്റം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അല്ലത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് വീഡിയോ ആയിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോയിലുള്ള പോലെ ഞാൻ എൻ്റെ ഗിംബൽ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സെൻറ്ററിലെ ഈ ഒരു മോട്ടർ അൺലോക്ക് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ക്യാമറ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ലെവലിൽ കൊണ്ടുവെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലത്തെ മോട്ടർ അതും കൂടെ ഒന്ന് അൺലോക്ക് ചെയ്യുന്നു. അപ്പോഴത്തേന് ക്യാമറ ഈ ഒരു പൊസിഷൻ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വരുന്നു. പിന്നീട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഇത് ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്തിട്ട് ക്യാമറ ഓൺ ആക്കുന്നു. പിന്നെ നമ്മുടെ കാലിബ്രേഷൻ കൊടുക്കുമ്പോൾ ക്യാമറ കാലിബ്രേറ്റ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമലി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഞാൻ അതൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. പുള്ളി പറഞ്ഞ പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് വർക്കാവുന്നുണ്ട്. ലോ ആംഗിളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്, ഈ ഒരു സ്ക്രീൻ ഇങ്ങനെ ഇതായിട്ടിരിക്കുമ്പോഴൊക്കെ. അപ്പം നോർമലി ഞാൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ലോ ആംഗിൾ ഷൂട്ട് എങ്ങനെയാണെന്ന് നിങ്ങളിത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ ഷൂട്ട് ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്ന ആ വീഡിയോയിൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഉള്ള വീഡിയോഗ്രാഫേഴ്സൊക്കെ ആ ഒരു രീതിയിലാണ് ഷൂട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഗിംബൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയേക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ ഗിംബൽ വർക്ക് ചെയ്യുന്നത് ഈ 3 മോട്ടറിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ 3 മോട്ടർ കറക്റ്റായിട്ട് കാലിബ്രേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്ത് പോകാനൊക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ബോഡി വെയിറ്റ് ഒക്കെ കൂടിയ ക്യാമറ കാണുമായിരിക്കും, അല്ലെങ്കിൽ ലെൻസിന് വെയിറ്റ് ഉള്ളത് ലെൻസുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒക്കെ നമ്മുടെ ഈ ഒരു മോട്ടറുകൾക്ക് ഈ പറയുന്ന സ്ട്രെയിൻ കൂടുതലായിട്ട് വരാനും അത് ഡാമേജ് ആവാനും ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഈ ഫോട്ടോഗ്രാഫിയുടെ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയുടെ എക്യുപ്മെൻറ്റ്സുകൾ അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പം നമ്മൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന എക്യുപ്മെൻറ്റ്സുകളൊക്കെ നമുക്ക് മുതലായി വരാൻ തന്നെ അത്യാവശ്യം നല്ല താമസം വരും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർ അല്ലാത്ത വെയിൽ യൂസ് ചെയ്തേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ കമ്പനിയുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നും പറയുന്നില്ല നമ്മൾ ഈ ലോ ആംഗിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നത്. നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വെയിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അങ്ങനെയാണ് കൂടുതലും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഇപ്പോഴും ചെയ്തു പോകുന്നത്. ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരും കാണുമായിരിക്കും, ഇല്ലെന്നല്ല പറയുന്നത്. ഞാൻ ഈ ഒരു വെയിലല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം 100% ഓക്കെ ആണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഗിംബൽ യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ലോ ആംഗിളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും കൂടെ നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ പൊതുവേ എനിക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യാനായിട്ട് ചെറിയ മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേങ്കിൽ നിങ്ങൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ആട്ടം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ നമ്മൾ ഇനി ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന